ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു റിഷുറനി ആൻഡ് അസീറ്റാസ് വ്ലോഗ്. അപ്പോൾ ഈ ഒരു വീഡിയോൻ്റെ മെയിൻ കണ്ടൻറ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ബീച്ച് സൈഡിൽ പോയിട്ട് സൺറൈസ് കാണാൻ പോവാണ്. സൺസെറ്റ് നമ്മൾ ഒരുപാട് നമ്മുടെ വീഡിയോസിലാണെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ബീച്ച് സൈഡിൽ നിന്ന് ഒരു സൺറൈസ് ഞാൻ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾ കുറച്ച് ന്യൂ ഫേസസ് കാണും. അത് മറ്റാരുമല്ല, നമ്മുടെ റെനിൻ്റെ കോളേജ് ഫ്രണ്ട്സാണ്. അപ്പോൾ അവരും ഉണ്ടാവും നമ്മുടെ ഈ ഒരു വോൾ വീഡിയോയിൽ. അപ്പോൾ രാത്രി ഒരു 12 മണി തൊട്ടിട്ട് രാവിലെ 7 മണി വരെ അവിടെ സ്പെൻഡ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ബിറ്റ്വീൻ ഒരുപാട് ടൈമുണ്ട്. അപ്പോൾ പിന്നെ ഒരു ബാർബിക്യൂ എന്തെങ്കിലും ചെയ്യാൻ വിചാരിച്ചിട്ട് ഫിഷ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഫിഷ് കഴിക്കില്ല, അതാണ് ചിക്കനും എടുക്കുന്നുണ്ട്. അപ്പോൾ ഫിഷ് മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബലദിൽ ഒരു ഫിഷ് മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഫിഷ് സെലക്ട് ചെയ്യാണ്. ആൻഡ് ഫൈനലി ഇതാണ് നമ്മുടെ ഫിഷ്. ഇത് രണ്ടും സെയിം ആണ്. ഫാരീസ് എന്നോ എന്തോ ആണ് അതിൻ്റെ പേര്, ഐ എം നോട്ട് ഷുവർ. ആൻഡ് അടുത്ത പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ അത് കട്ട് ചെയ്യണം, ക്ലീൻ ചെയ്യണം. അതിന് വേറൊരു സെക്ഷൻ ഉണ്ട്. അപ്പോൾ അവിടെ കൊണ്ട് കൊടുക്കുകയാണ്. ഇവർ നല്ലോണം അത് ക്ലീൻ ചെയ്ത് കിട്ടും. പിന്നെ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള മസാല ഇട്ട് കൊടുത്താൽ മതി. ഇത് മാത്രമാണ് നമുക്ക് ചെയ്യാനുള്ള പരിപാടി. ഇനി നമ്മളടുത്ത പരിപാടി ചിക്കനും ഫിഷും മാറിനേറ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ അത് ചെയ്തതും അവർ ഫ്രണ്ട്സ് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ മെഷർമെൻറ്റും അതിൻ്റെ ഇൻഗ്രീഡിയൻസും അതിൻ്റെ റെസിപ്പിയും ഒന്നും എനിക്കറിയില്ല. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ആ ഫിഷിനെയൊക്കെ ഒന്ന് വരഞ്ഞു കൊടുക്കുകയാണ്. ഈ സെൻട്രൽ കട്ട് അവർ മാർക്കറ്റിൽ നിന്ന് ചെയ്തു തന്നതാണ്. അത് അവരുടെ അടുത്ത് പറഞ്ഞാൽ അവരിങ്ങനെ ചെയ്തു തരും. അപ്പോൾ നമുക്കത് ഈസിയാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ 2 ഫിഷ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളുടെ ചിക്കനാണ്. സെയിം മെത്തേഡ് തന്നെ ചിക്കനും മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത്യാവശ്യം ടൈം ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ നല്ലൊരു അലുമിനിയം ഫോയിലിൽ അത് നന്നായിട്ട് റാപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അവിടെ എത്തുമ്പോഴത്തേനും ചിക്കനിലും ഫിഷിലൊക്കെ മസാല നന്നായിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് ഒരാളും കൂടി ഇതിൽ ആഡ് ചെയ്യാനുണ്ട്. ആ ഒരാളാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ മെയിൻ ഹൈലൈറ്റ്. മൂപ്പരാണ് നമ്മളെല്ലാവരും കോർഡിനേറ്റ് ചെയ്തതും ആ ഒരു സ്ഥലം കണ്ടുപിടിച്ചതും. നമ്മൾ ഇരുട്ടിലൂടെയാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. വഴി തെറ്റാണ്ട് തന്നെ അവിടെ എത്തിയതും ഫുൾ കോൺഫിഡൻസ് കൊടുത്ത് നമ്മൾ തളർത്താണ്ട് മുമ്പിൽ നയിച്ചത് ഈ ഒരാളാണ്. സോ ഹിസ് നെയിം ഈസ് മിസ്റ്റർ സാദിഖ്. ഇത് റെനിൻ്റെ ഫ്രണ്ടാണ് ആൻഡ് ആൾസോ എൻ്റെ ഫ്രണ്ടിൻ്റെ ഹസ്ബൻഡാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ ലൊക്കേഷൻ. ആൻഡ് ഇത് ജിദ്ദയിൽ നിന്ന് ഒരു 65 കിലോമീറ്റർ ഡിസ്റ്റൻറ്റിലാണുള്ളത്. ഏകദേശം ഒരു 1 അവർ റണ്ണിങ് ഉണ്ടാവും. ആക്ച്വലി ഞങ്ങൾ ഈ 5 പേരും ഒരു 7 ദിവസം മുമ്പ് കറക്റ്റ് ഈ ഒരു ലൊക്കേഷനിൽ വന്നിട്ടുണ്ടായിരുന്നു. ബട്ട് അന്ന് ഞങ്ങൾ ഒട്ടും പ്ലാൻഡ് ആയിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഈ ഒരു സ്ഥലത്തെത്തിയത്. ഏതോ ഒരു അറിയാത്തൊരു ലൊക്കേഷൻ നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒരു ഡ്രൈവ് പോകാന്നുള്ള രീതിയിൽ നമ്മൾ അവിടെ പോയപ്പോൾ നല്ല വൈബുള്ളൊരു സ്ഥലത്താണ് എത്തിച്ചേർന്നത്. അവിടെ എല്ലാവരും സെൽഫായിട്ട് തന്നെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്യണം. ആൻഡ് മ്യൂസിക്, ഡാൻസ്, കുക്കിംഗ്, സ്ക്രീനൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ട് അവിടെ ഇരുന്നിട്ട് റിലാക്സ് ആയിട്ട് കാണാം. നല്ലൊരു സ്പെഷ്യൽ വൈബ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ സാദിഖ് ബ്രോ ആണ് പറഞ്ഞത് ഡെഫിനറ്റായിട്ടും നെക്സ്റ്റ് വീക്ക് വി ഹാവ് ടു കം ഹിയർ എന്ന്. പക്ഷേ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാൻ വിചാരിച്ചു നമ്മൾ എപ്പോഴും അങ്ങനെയാണല്ലോ, നമ്മൾ പ്ലാൻ ചെയ്യുമ്പം അത് ഓൾമോസ്റ്റ് എല്ലാവരും 70% അത് ക്യാൻസലാവും. പക്ഷേ സാദിഖ് ബ്രോൻ്റെ ഒരു ഒറ്റ തീരുമാനം കൊണ്ടും ഒരു ഒറ്റ എഫേർട്ട് കൊണ്ടും നമ്മൾ എല്ലാ ഡേയ്സും വിളിച്ചിട്ട് ഓർമ്മിക്കും നമുക്ക് പോകണട്ടോ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നമ്മുടെ ആ ഒരു പ്ലാൻ നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്.
അപ്പോൾ ആമിക്കുട്ടി ഇനി വെള്ളത്തിൽ കുറച്ച് നേരം കളിക്കാൻ പോവാണ്. അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് വെള്ളത്തിൽ കളിക്കുക എന്നുള്ളത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കണ്ടത് കാരണം തന്നെ ഇവിടെ ഇങ്ങനെ കുറച്ചൊക്കെ ഇറങ്ങാനൊക്കെ പറ്റും എന്നുള്ളത് അറിയായിരുന്നു. അപ്പോൾ നമ്മൾ എക്സ്ട്രാ ക്ലോത്തും ട്യൂബും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കനലൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ചിക്കനാണ് ചെയ്യാൻ പോണത്. സെൻട്രലിന് ഫുള്ള് കരി കൊടുത്താല് കരി ഓവറാക്കി കളവാക്കല്ലേ. ആ ഒരു ത്രൂ പോയി. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇത് കറക്റ്റ് ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇനി നമ്മൾ അടുത്തത് നമ്മുടെ ഫിഷ് വയ്ക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫിഷ് കുക്കായിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ടൈം കൊണ്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ചിക്കൻ കഴിക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ഷറഫുഖാൻ്റെ വൈഫ് കുറച്ച് സ്നാക്സ് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും സൈഡ് വെച്ചിട്ട് നമ്മൾ കഴിക്കാൻ പോവാണ്. ഇവരാണ് നമ്മളെ കൂടെയുള്ള മറ്റ് 2 പേര്. ഇവരെ സാദിഖ് ഒരു സ്പേസ് തന്നിട്ടുണ്ടായിരുന്നില്ല ഇവരെ ഫ്രെയിമിൽ കയറാൻ. ക്യാമറ ഓൺ ആക്കിയ 30 പേരായിരുന്നു. അതുകൊണ്ടാണ് ഇവർ കുറച്ച് വരാണ്ട് പോയത്. ആൻഡ് ഫൈനലി നമ്മുടെ ഫിഷ് ഇവിടെ റെഡിയാണ്. ഫിഷ് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല, പക്ഷേ ചിക്കനെക്കാട്ടും ടേസ്റ്റ് ഫിഷ് ആയിരുന്നു എന്നാണ് പറഞ്ഞത്. ഏതാ ടേസ്റ്റ്? ചിക്കനാണോ ഫിഷാണോ ടേസ്റ്റ്? ചിക്കൻ ഫിഷോ? സാദിഖാക്കൊക്കെ ഏതാ ഇഷ്ടപ്പെട്ടെ, ചിക്കനോ ഫിഷ്? കാക്കോ നമുക്കത് ഇഷ്ടപ്പെട്ടെ? എന്ത് ചെയ്യാ രണ്ടുപേരും? അപ്പം ആമിക്കുട്ടി കുറേ കുളിച്ചും അവൾ കുറേ കളിച്ചൊക്കെ ആകെ ടയേർഡായി. അപ്പോൾ ആമിക്കുട്ടി ഉറങ്ങി. ആക്ച്വലി അവൾ ഉറങ്ങുന്ന ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഏകദേശം സൺറൈസിന് ടൈം ആയിട്ടുണ്ട്. ഈ ലൈറ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മൾ ഇന്നലെ ഇത്രയും നേരം ഇരുന്നുകൊണ്ടിരുന്നത് ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബീച്ച് സൈഡിലാണോ എന്ന് മനസ്സിലായത്. ഇവിടുത്തെ വാട്ടറൊക്കെ ഭയങ്കര ക്ലിയർ ആയിരുന്നു. നല്ലൊരു ഗ്രീൻ കളറായിട്ടുള്ള വാട്ടറായിരുന്നു. താഴത്തെ എല്ലാ സ്റ്റോണും മണലൊക്കെ നമുക്ക് കറക്റ്റ് കാണാൻ പറ്റും. അത്രയും ക്ലിയർ വാട്ടറായിരുന്നു. പക്ഷെ തലേ ദിവസം ഉറങ്ങാത്ത കാരണം നമ്മുടെ എല്ലാവരുടെയും എനർജി ലെവൽ ഭയങ്കര ഡൗൺ ആയി. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും എനിക്ക് ഒരു ഫോട്ടോ പോലും എടുക്കാൻ പറ്റില്ല, അത്രയും ടയേർഡായിരുന്നു. അപ്പോൾ എത്രയൊക്കെ എനർജി ഡൗൺ ആണെങ്കിലും നമ്മളിപ്പം കൂടുതൽ നമ്മൾ അകത്തിരിക്കുകയാണ്. അല്ലാന്നുണ്ടെങ്കിൽ പുറത്തിറങ്ങുമ്പോൾ നമ്മൾ മാസ്ക് വെച്ചിട്ട് പോവുകയാണ്. അപ്പോൾ നമുക്കൊന്ന് ഫ്രീ ആയിട്ട് ബ്രീത്ത് ചെയ്യാനൊന്നും കറക്റ്റ് പറ്റണില്ലല്ലോ. അപ്പോൾ കുറച്ച് നേരം മാസ്ക് ഒന്നും വെക്കാണ്ട് നല്ല ഫ്രീ ആയിട്ട് നല്ല ഫ്രഷ് എയർ എടുക്കാൻ പറ്റിയെന്നുള്ളതിൻ്റെ കുറിച്ചിട്ട് ആലോചിക്കുമ്പോൾ ഒരു മനസ്സിന് നല്ല ഹാപ്പിനെസ് ഉണ്ട്. അപ്പം ആമിക്കുട്ടി നല്ല ഉറക്കമായിരുന്നു. അപ്പോൾ കുറച്ച് കുറുമ്പാണ്, ഉറക്കം കറക്റ്റ് ആവാനിട്ട്. അപ്പോൾ നമ്മൾ പാക്ക് ചെയ്യാണ് തിരിച്ചു പോകാൻ. നമ്മളെ ഈ ലാസ്റ്റ് ഡേനെ കുറിച്ച് ഒന്ന് സംസാരിക്കുന്നുണ്ടോ? എനിവേ
നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ കൂടുതൽ നൈറ്റ് ഷൂട്ട് ആയത് കാരണം തന്നെ നമ്മുടെ ക്ലാരിറ്റി ബേസ് കുറച്ച് ഡൗൺ ആണ്. നിങ്ങളതൊന്ന് ജസ്റ്റ് ഒന്ന് എക്സ്ക്യൂസ് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, താഴെ കമൻറ്റ് ചെയ്യുക. ഇതൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇൻഷാല്ലാ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും. അതുവരേക്കും സൈനിങ് ഓഫ് ഫ്രം റിഷുറനി ആൻഡ് അസിറ്റസ് വ്ലോഗ്.